ഒരു മുട്ടായി തിന്നിട്ട് വെട്ടിലായി കേട്ടോ. മുട്ടായി ഒക്കെ തിന്നാൽ എങ്ങനെയാണ് ഇങ്ങനെ വെട്ടിലാവുക എന്നൊക്കെ ഞാനും ഇങ്ങനെ ചിന്തിച്ചൊക്കെ. എൻ്റെ സ്നേഹനിധിയായ എൻ്റെ സഹോദരി എനിക്ക് 2 മുട്ടായി തന്നിരുന്നു. ഞാൻ ഇന്നലെ അതെടുത്ത് ഇങ്ങനെ കടിച്ച് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മുട്ടായി. അതിനോടൊപ്പം എൻ്റെ പല്ലിൻ്റെ ഒരു കഷ്ണവും ഇങ്ങ് പോന്നു. വയസ്സും പ്രായവും ഇമ്മിണിയായി എന്നുള്ളത് ശരീരം നമ്മളെ അറിയിക്കുകയാണ് എന്നുള്ളതിൻ്റെ സൂചനയും കൂടിയാണ്. എന്തോ ആവട്ടെ, ഏതായാലും അതൊന്ന് പല്ലിൻ്റെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ബസ്സിനാണ് പോകുന്നത്. അരുണേട്ടൻ ബസ്സിലുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ പല്ല് കാണിച്ചിട്ട് നേരെ താമരശ്ശേരിയിലേക്ക് പോവുകയാണ്. മൈജി കോഴിക്കോടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ താമരശ്ശേരിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഫോണൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് വീട്ടിലെ ഹാളിലത്തെ ഫാൻ കേട് വന്നിട്ടുണ്ടായും. ഹാളിലേക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫാൻ മേടിച്ചിട്ട് അത് പിന്നെ വേറെ റൂമിൽ വെച്ചു കേട്ടോ, റിമോട്ടിൻ്റെ ഫാൻ. അപ്പം ഒന്നും കൂടി മേടിക്കാൻ വേണ്ടിയിട്ട് മൈജി പോവുകയാണ്. സൗണ്ട് കുറവാണ്, തൊണ്ടക്ക് കിച്ച് കിച്ച്. അപ്പോൾ പല്ലിൻ്റെ ഡോക്ടർ കോഴിക്കോടാണ്. ഡോക്ടർ കാണിച്ചതിന് ശേഷം നേരെ താമരശ്ശേരി പോയി ഫാന് മേടിച്ചിട്ട് പിന്നെ നേരെ തിരിച്ച് കൊയിലാണ്ടിക്ക്. കോഴിക്കോടിന് താമരശ്ശേരിയിലേക്ക് മിക്കതും പ്രിയദർശിനി ഉണ്ടാവുക. കയറൂല ഞാൻ ഇന്ന് പറയാം കേട്ടോ. പ്രൈവറ്റ് ബസ് കുറവാണ്. ഉണ്ടെങ്കിൽ പ്രൈവറ്റ് ബസ് കയറും, ഇല്ല വെച്ചാൽ പ്രിയദർശിനി കയറും. അങ്ങനെയാണ്. അപ്പം നേരെ അരുണിൻ്റെ അടുത്തേക്ക് ഉള്ളേരിക്ക് പോവുകയാണ്. സൗണ്ട് പിന്നെയും പോയി ഗായ്സ്. അപ്പം അങ്ങനെയാണ് കൂടാതെ എന്നെ ബസ് സ്റ്റോപ്പിലാക്കാൻ വേണ്ടിയിട്ട് പോരുക. എനിക്ക് ഒറ്റക്ക് ഈ വഴികളിലൂടെ നടന്നു വരാൻ പേടിയാണ്. പേടി മനുഷ്യന്മാരല്ല കേട്ടോ, നായ്ക്കളെയാ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളെ ഞാൻ നായ്ക്കളെ വിളിച്ച്. നിങ്ങളല്ല കേട്ടോ, ശരിക്കുള്ള നായ്ക്കളെ പേടിയായതുകൊണ്ടാണ്. ബ്ലൂ ഐലൈനർ കുറച്ച് കൂടിപ്പോയോ? അങ്ങനെയാണ്. അപ്പം നേരെ കോഴിക്കോടേക്ക് അല്ല ഉള്ളിയേരിയേക്ക്. ഓക്കെ. ഇന്നും എനിക്ക് എന്നത്തെ പോലെ അവസ്ഥ തന്നെയായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് നേരത്തെ എത്തി. ഒരു 2-3 ബസ് കാത്തു നിൽക്കേണ്ടി വന്നു അരുണ് എത്താൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം കമൻ്റ് ഇട്, അവൻ കാക്കിയിട്ടിട്ടില്ല, MVDനെ ടാഗ് ചെയ്യുക ഒക്കെ ചെയ്യട്ടോ. കാക്കിയിടാത്തത് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. കണ്ടക്ടർ ചേട്ടനും കാക്കിയിട്ടിട്ടില്ലായിരുന്നു. കാക്കി ഇതേ പുറകിലുണ്ട്. അപ്പം നിങ്ങൾ MVDനെ ടാഗ് ചെയ്യാൻ മറന്നു അല്ലേ? അതാണല്ലോ സ്ഥിരം പതിവ്, അതുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ കോഴിക്കോട് സ്റ്റാൻഡിൽ ഇറങ്ങി ഒരു ഓട്ടോ വിളിച്ചിട്ട് പല്ലിൻ്റെ ഹോസ്പിറ്റലിലേക്ക് പോകുക കേട്ടോ. അരുണ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ആദ്യം പറഞ്ഞു ട്രിപ്പ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ വർക്ക്ഷോപ്പിൽ എന്തോ പണിയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പല്ലിൻ്റെ ഹോസ്പിറ്റലിലേക്ക് പോയി. അങ്ങനെ നേരെ ഹോസ്പിറ്റലിലെത്തിയിട്ട് ഡോക്ടറെ വെയിറ്റ് ചെയ്യുക കേട്ടോ. ഞാനിവിടെ കാണിക്കൽ തുടങ്ങിയിട്ട് ഏകദേശം 6-7 വർഷത്തിൻ്റെ അടുത്തായേ. ഞാനാണെങ്കിലും സിസ്റ്ററാണെങ്കിലും മക്കൾക്കാണെങ്കിലും സലീമിനാണെങ്കിലും അരുണിനാണെങ്കിലും ഒക്കെ എന്തൊരു ബുദ്ധിമുട്ട് വരുമ്പോഴും ഈ ഒരു ഹോസ്പിറ്റലിലാട്ടോ കാണിക്കുക. നല്ല പെരുമാറ്റമാണ്. അതാണ് നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങോട്ട് തന്നെ വരാൻ തോന്നുന്നത്. അങ്ങനെ കാണിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്നെ കൂട്ടാൻ അരുണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം താൽക്കാലികമായിട്ട് അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് നിൽക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ റൂട്ട് കനാൽ വേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അരുണ് വന്നതിന് ശേഷം സ്റ്റാൻഡിലേക്ക് ഒരു ഓട്ടോയും വിളിച്ചിട്ട് പോയതാട്ടോ. ഞാൻ വിചാരിച്ചവൻ എന്നെ കൂട്ടാൻ വരൂല, വണ്ടി വർക്ക്ഷോപ്പിലാണല്ലോ. അപ്പോൾ പിന്നെ ഓനതിൻ്റെ ഉള്ളിൽ കൂടി പെട്ടെന്ന് വന്നു. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിലോ, കാരണം പല്ല് കാണിക്കാൻ പോകുമ്പോൾ എപ്പോഴും ഒരാൾ കൂടെ വേണമല്ലോ, അതുകൊണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ഒരു മൊബൈൽ ഷോപ്പിൽ പോയിട്ട് അരുണിൻ്റെ ഫോണിന് ഒരു പൗച്ച് മേടിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫോൺ മേടിച്ച സമയത്ത് സ്ക്രീൻ ഗാർഡ് അവിടെ നിന്ന് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പൗച്ച് അവിടുത്തത് എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. എനിക്ക് ട്രാൻസ്പെറൻ്റ് ആണ് ഇഷ്ടം. അപ്പോൾ ആ ഒരു പൗച്ച് മേടിക്കാൻ കയറിയതാണ്. പൗച്ചും മേടിച്ച് നേരെ മൈജിയിലേക്ക് പോയിട്ടോ. ഞാൻ താമരശ്ശേരി പോകണമെന്ന് വിചാരിച്ചാൽ പിന്നെ അത്രയും ദൂരം എനിക്ക് പോകാൻ മടിയായിട്ട് ഞാൻ നടക്കാവ് പോയിട്ട് എടുത്തു കേട്ടോ.
താമരശ്ശേരിത്തെ അതേ ഓഫർ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പിന്നെ ഞാൻ താമരശ്ശേരിയിലേക്ക് പോകുന്നില്ല, ഇവിടുന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ ഫ്രണ്ടിൻ്റെ ബസ്സിലായിരുന്നേ കയറിയത്. അപ്പോൾ അവർ കുറേ പറഞ്ഞു, നീ നടക്കാതെ ഇറങ്ങണ്ട, പേരാമ്പ്ര ഇറങ്ങിക്കോ, അവിടുന്ന് മേടിച്ചോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവിടുന്ന് മേടിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ മൈജി നടക്കാവുന്ന ഒരു ഫാനെല്ലാം മേടിച്ചു. എനിക്ക് ഇവിടുന്ന് ഒരു ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഗിഫ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേ ഒരു കുഞ്ഞു കുട്ടി വന്നപ്പോൾ ഒരു ഹായ് ചോദിച്ചതാണ്, തന്നില്ല. പിന്നെ നടക്കാവുന്ന ഒരു ബസ് കയറി സ്റ്റാൻഡിലേക്ക് പോയിട്ടോ. സ്റ്റാൻഡിൽ അവനുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. ഭയങ്കര വെയിറ്റ്, ഈ ഗിഫ്റ്റും ഫാനും എല്ലാം കൂടിയും വല്ലാത്തൊരു വെയിറ്റായിരുന്നു. എങ്ങനെയൊക്കെയോ ഞാൻ സ്റ്റാൻഡിലെത്തിച്ചു. സ്റ്റാൻഡിലെത്തിയിട്ട് നേരെ അവൻ്റെ ബസ് കയറിയിരുന്നു. ഇത് ബസ്സിലൊരു തൊഴിലാളി കേട്ടോ കിടന്നുറങ്ങുകയാണ്. അവൻ എന്തോ വണ്ടി എന്തോ റെഡിയാക്കാനുണ്ടായിരുന്നു, അതും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട്, അവൻ്റെ ബസ് കുറച്ച് ടൈം വൈകും, വേറെ ബസ്സിന് പോരാന്ന് വിചാരിച്ചു. പിന്നെ മോന് ബുക്ക് വാങ്ങാനുണ്ടായിരുന്നു, അതും മേടിച്ചു. എനിക്കൊരു പെപ്സിയും മേടിച്ച് തന്നു. എന്നെ വേറൊരു ബസ് കയറ്റി വിട്ടതാട്ടോ. അവൻ്റെ ബസ് എടുക്കാൻ ലേറ്റ് ആയതുകൊണ്ട് അങ്ങനെ ഞാൻ നേരെ വീട്ടിലെത്തി. മൈജിന്ന് കിട്ടിയ ഗിഫ്റ്റ് എന്താന്ന് വെച്ചാൽ ഇതേ ഈ ഒരു ജഗ്, നല്ല അടിപൊളി ഗ്ലാസ് ആട്ടോ. ഇതിൻ്റെ 6 ഇത് ഞാൻ ആർക്കെങ്കിലും കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചു. ഗ്ലാസിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആർക്കും കൊടുക്കുന്നില്ല, ഞാൻ തന്നെ എടുക്കുകയാണെന്ന്. അപ്പോൾ ഫാൻ മേടിച്ചപ്പോൾ കിട്ടിയ ഗിഫ്റ്റ് ഇതാണ്.